ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എനിക്കതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. പിന്നെ കണ്ണേറ് അല്ലെങ്കിൽ ഈവിളായി, അത് ഉപ്പും മുളകും വെച്ചിട്ടാണ് ഒഴിഞ്ഞിടുക. അഞ്ചൊക്കെ മടിയായി. സ്കൂളിൽ പോകുമ്പോഴും ഇതൊക്കെ കാണണോ? ഇല്ല, ആരും കൂക്കുയി കാണൂല. ടൈഗർ ടൈഗർ കളിക്കോ? ചെടിതാപ്പം മുളച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നാണ് ഞാനത് മുളച്ചിട്ടുള്ളത് കാണുന്നത്. ഞാൻ ഇതിൻ്റെയൊക്കെ ഭയങ്കര അഡിക്ഷനിലേക്ക് പോകുന്നതെന്ന് തോന്നിയപ്പോൾ ഒഴിവാക്കിയതാണ്. പക്ഷെ ഇതെങ്ങനെയാണ് വൃത്തിയാക്കുക എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇതിപ്പോൾ 2 ആഴ്ചയായിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്. ഇടപെടേന്ന് പറഞ്ഞ് ഒരു 10-20 ചപ്പാത്തിയൊക്കെ 10 മിനിറ്റ് കൊണ്ട് പരത്തി ചുട്ട് കഴിയും. അയ്യോ, പുറത്തതാ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹലോ, അപ്പം സൗദിയിലെത്തിയിട്ട് നമ്മളുടെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ എണീറ്റ് പുറത്തേക്ക് നോക്കിയപ്പോഴാ ഇന്നും സൂര്യനില്ല. ഇന്നേക്കും കൂടെ കൂട്ടിയിട്ട് 5 ദിവസമായി സൂര്യനെ കണ്ടിട്ട്. ഞാനിപ്പോൾ സൗദിയിൽ തന്നെയാണോ എന്ന് എനിക്ക് തന്നെ ഡൗട്ടായി തുടങ്ങി. കാരണം ഡിസംബർ മുതൽ ഇതാ ഫെബ്രുവരി പകുതി വരെ നല്ല തണുപ്പും മഞ്ഞും. ഇപ്പോൾ ദാ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫുൾ കാർമേഘം വന്ന് മൂടി കിടക്കുകയാണ്. കൂടെ നല്ല കാറ്റും തണുപ്പും. പിന്നുള്ളൊരു ആശ്വാസം, മൂടി പൊതച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖാട്ടോ. ഗുഡ് മോർണിംഗ്. നീക്കിയാ നീക്കാനായി. രാവിലെ ആയില്ലേ? രാവിലെ ആയില്ലേ? രാവിലെ ആയാൽ എണീക്കണം. രാത്രി ആയാലും കിടന്നുറങ്ങണം. എന്താണ് ബ്രേക്ക്ഫാസ്റ്റോ? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ? വേണ്ടല്ലോ. വേണോ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണോ? നമുക്ക് ഉണ്ടാക്കട്ടാ. രാവിലെ ആയില്ലേ? പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ? വേണ്ടേ? എന്നാ വാ. പിന്നെന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് അഖിലേട്ട രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോയി. ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകും കേട്ടോ. പിന്നെ ആദ്യം അഖിലേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൊണ്ടുപോകണമായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഓഫീസിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് രാവിലെ വലിയ പണിയില്ല. അഖിലേട്ട പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും കിടന്നുറങ്ങും. പിന്നെ ദാ ഇതുപോലെ ഒരു 9-9:30 ആകുമ്പോഴാണ് എണീക്കുക. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ പനി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ കാലാവസ്ഥ പെട്ടെന്ന് ഇങ്ങനെ മാറുന്നതുകൊണ്ട് ഇടയ്ക്ക് തൊണ്ടയ്ക്ക് ചെറുതായിട്ട് പനി കിട്ടാറുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ പനിക്കുന്നത്. പിന്നെ അഖിലേട്ടന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പനി എനിക്ക് കിട്ടിയതാണെന്നാണ് തോന്നുന്നത്. മോനാണെങ്കിൽ അങ്ങനെ പനിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അതിന് മരുന്ന് കൊടുത്തപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് മാറി. നാട്ടിൽ നിന്നാണെങ്കിൽ അവയ്ക്ക് മിക്ക ദിവസം എന്തെങ്കിലും സൂക്കേടായിട്ടുണ്ടാവും കേട്ടോ. ഒന്നെങ്കിൽ പനി, അല്ലെങ്കിൽ ജലദോഷം, അല്ലെങ്കിൽ വയറിളക്കം, അങ്ങനെ ഓരോന്നായിട്ടുണ്ടാവലുണ്ട്. പക്ഷെ ഇവിടെ വന്നേരെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനാണെങ്കിലും നാട്ടിൽ നിന്ന് ഒരു ചോട് മരുന്നുമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടേ ആവുന്നതുകൊണ്ടേ ജലദോഷത്തിൻ്റെയും വയറിളക്കത്തിൻ്റെയും ഒക്കെ 5-6 ബോട്ടിൽ വീതം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊണ്ടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടുന്നതുകൊണ്ടും ഫുൾ ടൈം ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ കുടിക്കൽ. ഇപ്പോൾ രാവിലെ തന്നെ കുറച്ച് നന്നായിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും. പിന്നെ നമുക്ക് ആവശ്യത്തിനെടുത്ത് മിക്സ് ചെയ്ത് കുടിച്ചാൽ മതിയല്ലോ. പിന്നെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ല ശീലമാണ്. പണ്ട് എനിക്കതുണ്ടായിരുന്നു. പക്ഷേ പ്രഗ്നൻസിയോട് കൂടി അത് നിന്ന് കിട്ടി. പ്രഗ്നൻസി ടൈമിൽ എനിക്ക് വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ അപ്പോൾ വോമിറ്റ് ചെയ്യാൻ വരും. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എനിക്കതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇപ്പോൾ തൊണ്ടയ്ക്ക് ഒട്ടും വയ്യാണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിക്കും. എന്താ വേണ്ടേ? ദോശയോ? കണ്ടില്ലേ ദോശക്കുള്ളതൊക്കെ? ദോശയാണ്. നല്ല ഇളക്കണേ. മതി 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 മതിട്ടാ. അതിൽ വയ്ക്കാൻ അറിയായില്ല. ഇത് കുറച്ചും കൂടെ വലിയ മോനായിട്ട് നമ്മൾ കയ്യിൽ വയ്ക്കട്ടാ. ഇതെന്തത്? ബട്ടർ. ബട്ടർ ഇട്ടിട്ടുള്ള ദോശയല്ലേ വേണ്ടേ?
അവയ്ക്ക് ദോശയും ഇഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും ഇവിടെ ദോശയോ ഇഡലിയോ എന്തെങ്കിലും ആയിരിക്കും. അതാവുമ്പോൾ പിന്നെ നമുക്കും പണി കുറവാണല്ലോ. ഞാനാണെങ്കിൽ ഒരു 3-4 ദിവസത്തേക്കുള്ളത് ഒപ്പരങ്ങ് ആട്ടി വയ്ക്കും ചെയ്യും. ദോശയാണെങ്കിൽ നല്ലോണം ബട്ടറൊക്കെ ഇട്ട് മൊരിയിച്ചിട്ടുള്ളതാണെങ്കിൽ ഒരു 2 എണ്ണം വരെ കഴിച്ചോളൂ കേട്ടോ. ഇഡലിയും അതുപോലെ തന്നെ 2 എണ്ണം എന്തായാലും കഴിച്ചോളൂ. പുട്ടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ദോശയും പല ദിവസം പല പോലെയാണ്. ഇപ്പം അവനോട് ചോദിച്ചിട്ടല്ല നമ്മൾ ബട്ടർ ഇട്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കരച്ചിലായിരിക്കും. അവയ്ക്ക് ബട്ടർ ഇട്ട ദോശയല്ലേ ഇനി വേണ്ടത്, പച്ചദോശ ഇനി വേണ്ടതെന്നും പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് എല്ലാം അവനോട് ചോദിച്ചിട്ട് ചെയ്യുന്നത്. മതി 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 മതി. ഇനി അടുത്ത ദോശക്ക് കേട്ടോ. ഇനി അടുത്ത ദോശക്കാണ്. എനിക്ക് ദോശൻ്റെ കൂടെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഉള്ളിച്ചട്നി ഉണ്ട് കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെഡ് കളർ ചട്നി, അത് ഭയങ്കര ഇഷ്ടമാണ്. അതല്ലെങ്കിൽ സാമ്പാർ. ഈ ചട്നീനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷേ അവയ്ക്കാണെങ്കിൽ ചട്നിയും വേണ്ട, സാമ്പാറും വേണ്ട, ഒന്നും വേണ്ട. നല്ലോണം ബട്ടർ ഇട്ടിട്ടുള്ള ദോശയാണെങ്കിൽ അതങ്ങനെ കഴിച്ചോളൂ. പക്ഷേ ഇന്ന് നമുക്ക് സാമ്പാറുണ്ട് കേട്ടോ. ഇത് മെഞ്ഞാന്ന് വെച്ചിട്ടുള്ള സാമ്പാറാണ്, കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ ദോശയ്ക്ക് അത് മതിയല്ലോ. പിന്നെ ഈ തലേന്ന് വെച്ചിട്ടുള്ള സാമ്പാറിനാണ് അത് പിറ്റേന്ന് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സാമ്പാർ മാത്രമല്ല, മീൻകറിയൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ അവയ്ക്ക് ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ അധികം നമ്മളുടെ കുട്ടി ദോശയാണ് കേട്ടോ ഉണ്ടാക്കാറ്. പക്ഷേ ഇപ്പോൾ അവന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇതുപോലെ ക്രിസ്പി ആക്കിയിട്ട് അത് മുറിച്ചിട്ട് കൊടുക്കും. പിന്നെ ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്ന ഇതുപോലത്തെ പാനിലാണ് കേട്ടോ. ഇതാകുമ്പോൾ മൾട്ടി പർപ്പസ് ആണ്. നമുക്ക് ദോശ ഉണ്ടാക്കാം, ഇനിയിപ്പോൾ എന്തെങ്കിലും റോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, എന്തെങ്കിലും പൊരിക്കണമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ എല്ലാത്തിനും കൂടി ഈ ഒരു പാന് മതി. ഇവിടെയാണെങ്കിൽ എനിക്ക് ആകെപ്പാടെ കുറച്ച് പാത്രമേ ഉള്ളൂ. അതെല്ലാം ഇതുപോലെ മൾട്ടി പർപ്പസ് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നതും. പിന്നെ ബട്ടറും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്യൂബാക്കി കട്ട് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ സുഖമാണ്. ഞാൻ ഈ ബട്ടറൊക്കെ ഇട്ട് വെക്കുന്ന ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്പൂൺ അടക്കം വരുന്ന പാത്രം. പക്ഷേ അത് ഭയങ്കര മെസ്സി ആവുന്നു കേട്ടോ. അപ്പോൾ അതിലും എനിക്ക് സുഖമായിട്ട് തോന്നിയത് ഇതുപോലെ ക്യൂബാക്കി കട്ട് ചെയ്ത് വെക്കുന്നതാണ്. അവിയാണെങ്കിൽ ഇവിടെ ഇരുന്ന് ചൂടോടെ ദോശ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനങ്ങനെ തീറ്റി കൊടുക്കൊന്നും വേണ്ട, കുറേയൊക്കെ അവൻ ഒറ്റയ്ക്ക് കഴിച്ചോളും. പിന്നെ ലാസ്റ്റിലേക്ക് കുറച്ച് തീറ്റി കൊടുക്കേണ്ടി വന്നാലേ ഉള്ളൂ. പിന്നെ അധികം അവൻ ഫുഡൊക്കെ കഴിക്കുക ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്യുകയൊക്കെ ആണെങ്കിൽ അവൻ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കണം. ഫുൾ ടൈം ഇതിൻ്റെ മുകളിലുണ്ടാവും. പിന്നെ സംശയങ്ങളുടെ ഒരു കൂമ്പാരം വേറെയും. പിന്നെ കുറേ പേരെന്നോട് ചോദിക്കുന്നതാണ്, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പം ബോറടിക്കൂലേന്ന്. മോനുള്ളപ്പോൾ എന്ത് ബോറടിയാ? ഒരു ബോറടിയില്ല, സമയം പോകുന്നത് അറിയില്ല. സൂപ്പറാ? ഇട്ടായോ? ചിരിച്ച് പറയണ്ടേ? ഇട്ടായോ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ കുറേ ഷോർട്സിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവന് തീരെ പഞ്ചസാര കൊടുക്കില്ല എന്ന്. അപ്പോൾ കുറേ പേരുടെ ഡൗട്ടാണ് പഞ്ചസാരയ്ക്ക് പകരം എന്താ കൊടുക്കുക എന്നുള്ളത്. ചെറുപ്പത്തിലൊക്കെ, അതായത് ഒരു 6 മാസം മുതൽ നമ്മൾ ഈ കുറുക്കൊക്കെ കൊടുക്കല്ലോ, അപ്പോൾ ആ ടൈമിൽ പഞ്ചസാരയ്ക്ക് പകരം നമ്മളുടെ പനങ്കൽക്കണ്ടാണ് യൂസ് ചെയ്യൽ. അതിപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും അങ്ങാടിക്കടയിൽ നിന്നും ഒക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ അവന് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് കാരക്ക സിറപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. അതിപ്പോൾ പാലൊക്കെ കുടിക്കണമെങ്കിൽ അവന് കുറച്ച് മധുരം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലിൽ കുറച്ച് കാരക്ക സിറപ്പാക്കും. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കും. ഇപ്പം എന്തെങ്കിലും ജ്യൂസ് അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും സാധനം കുക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ അതിലൊക്കെ ഞാൻ അധികം കാരക്ക സിറപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതല്ലെങ്കിൽ ശർക്കര ചേർക്കും കേട്ടോ. അതും ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ്, ഇവന് ബ്ലഡ് കുറച്ച് കുറവാണ്. അപ്പം ശർക്കര, പഞ്ചസാരയ്ക്ക് പകരം ശർക്കര കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുവരെ ഞാൻ അവൻ ഒരിക്കലും കൊടുക്കൂലെന്ന് വിചാരിച്ച കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തത് നമ്മളുടെ ബിസ്ക്കറ്റ് തിന്നുന്നത് അത്രയും അൺഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് അത് ഒരു മക്കൾക്കും കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നെ അടുത്തത് ഈ ക്യാൻഡീസ്, അതായത് നമ്മളുടെ കോലിമിഠായിയൊക്കെ പോലത്തെ പല കളർഫുള്ളായിട്ട് വരുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതും ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ളതാണ്. അതും കുട്ടികൾക്ക് കൊടുക്കാത്തതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ദോശയും കുറച്ചധികം സാമ്പാറും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇക്കൂട്ടത്തിൽ തന്നെ ഞാൻ മോന് വേണ്ടിയിട്ടുള്ള കഞ്ഞിയും കൂടെ ആക്കലുണ്ട് കേട്ടോ. ആദ്യം ഞാൻ കഞ്ഞി കുക്കറിലായിരുന്നു വെക്കൽ. പക്ഷേ ഇപ്പം എൻ്റെ കുക്കറിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പ്രഷർ സൈഡിൽ കൂടെ ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ കുക്കർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ അല്ലാണ്ടാണ് കേട്ടോ അപ്പോൾ കഞ്ഞി വെക്കുക. അതാകുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും കഞ്ഞി സെറ്റ് ആയിക്കോളും. പിന്നെ ഇവിടെയാണെങ്കിൽ കുറിയരി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഞാനാണെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവരാനും മറന്ന്. പിന്നെ ഞാൻ ഈ കുറിയരി കിട്ടാത്ത സമയത്ത് നമ്മളുടെ ഗോതമ്പം വെച്ചിട്ട്, ഗോതമ്പത്തിൻ്റെ തരി ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കും. എന്തോ പരിപാടി ഉണ്ടല്ലോ. ഇങ്ങോട്ട് വാ, അമ്മേന്റെ മോൻ ഇങ്ങോട്ട് വാ.
എന്താ പരിപാടി? എന്താ അപ്പീസിട്ടുണ്ടാ? അതാണ് ആളെ കാണാത്ത. ഇതെങ്ങനെയാണെന്നറിയില്ല, കറക്റ്റായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്തായിരിക്കും ഇവർക്ക് ഇമ്മാതിരി പരിപാടിയൊക്കെ ചെയ്യാനുണ്ടാവുക. അതും സ്നെഗിട്ടിട്ടുള്ള സമയമാണെങ്കിൽ ഏതെങ്കിലും മൂലയ്ക്ക് ഒളിച്ചു നിന്നിട്ടാണ് കാര്യം സാധിക്കുക. ആ ടൈമിൽ നമ്മൾ അവരെ നോക്കാനോ കാണാനോ മിണ്ടാനോ ഒന്നും പാടില്ല. സാരില്ല സാരില്ല, നമുക്ക് തുടക്കിയേ. അതിൻ്റെ ഇടയ്ക്ക് പാല് ചെറുതായിട്ടൊന്ന് തൂത്ത്, അപ്പം അത് ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലാണ് കേട്ടോ അവി. പോയി. പനി മാറിയിട്ടുണ്ടെങ്കിലും 2 ദിവസത്തേക്കും കൂടെയുള്ള ടാബ്ലറ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അവയ്ക്ക് ഇവിടെ ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ് ആര് ടാബ്ലറ്റ് എടുക്കുകയാണെങ്കിലും അവൻ തന്നെ തരണം എന്നുള്ളത്. അത് നാട്ടിൽ നിന്നേ ഉള്ള ശീലമാണ് കേട്ടോ. വെള്ളം കുടിക്കണോ? ചൂടല്ല. ഇനിയും കഴിക്കുന്ന ചെറിയ ചൂടുള്ള വെള്ളം കുടി കുടിച്ചോ. ചൂടൊന്നുമില്ല. ചൂടായിപ്പോയോ? ചൂട് പോയില്ലേ? ഇനി നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാം. ഇതെന്നുള്ള കലാപരിപാടിയൊന്നും അല്ല കേട്ടോ. മിക്ക ദിവസവും തണുപ്പ് കാരണം ഞാൻ ഈ പുതപ്പിൻ്റെ അടിയിലായിരിക്കും. പിന്നെ ഇന്ന് തണുപ്പിന് ലേശൊരു കുറവുണ്ട്. ലേശം കുറവെന്ന് പറഞ്ഞാൽ 13 ഡിഗ്രിയാണ് കേട്ടോ. പിന്നെ ഇപ്പം അതൊക്കെ ശീലമായി. പിന്നെ ഇവിടെ നല്ല തണുപ്പെന്ന് പറയുമ്പം 5 ഡിഗ്രി വരെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ 10 ഡിഗ്രി 11 ഡിഗ്രി ആ ഒരു റേഞ്ചിലാണ് മിക്ക ദിവസം നിൽക്കാറ്. അപ്പം അങ്ങനെ തണുപ്പുള്ള ദിവസങ്ങളിൽ അവയ്ക്ക് കുളിക്കാനും ഭയങ്കര മടിയാണ് കേട്ടോ. അതിപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിച്ചാലും പുറത്തിറങ്ങുമ്പോൾ നന്നായിട്ട് തണുക്കല്ലോ. പിന്നെ ഇതുപോലെ തണുപ്പ് കുറവുള്ള ദിവസങ്ങളിലാണ് ഞങ്ങൾ പകല് കുളിക്കുന്നത്. ഇത് ഞാൻ ചെറുതാകുമ്പോൾ എൻ്റെ തല തോർത്താൻ അമ്മ പാടിത്തരുന്ന പാട്ടാട്ടോ. ഇപ്പം അവനും തല തോർത്തുമ്പം ഈ പാട്ടില്ലാണ്ട് പറ്റൂല. ഇല്ല, ആരും കൂക്കുയി കാണൂല. ആരും കാണൂലേ? അമ്മ കാണിച്ചു കൊടുക്കൂല കേട്ടോ. അമ്മ കാണിച്ചു കൊടുക്കൂലേ? ആ ആൾക്കാരൊക്കെ കളി വെക്കൂലേ? അപ്പിച്ചു മോനെ പറഞ്ഞ് കളിയാക്കൂ? അപ്പിച്ചു മോനൊന്നല്ല കേട്ടോ. അവന്റെ കുക്കുയൊന്നും കാണിച്ചു തരൂല. ഡയലോഗ് അടി കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ആളിവിടെ മിക്ക ദിവസം ട്രൗസർ ഇല്ലാണ്ടാണ് കേട്ടോ നടക്കുക. നമ്മൾ എത്ര ട്രൗസർ ഇട്ട് എടുത്താലും ഒറ്റയ്ക്ക് ഊരാൻ അറിയുന്നതുകൊണ്ട് അത് ഊരി എവിടെയെങ്കിലും ഇട്ടിട്ട് ഒന്നിടാണ്ട് അങ്ങ് നടക്കും. പിന്നെ ഒരു ദിവസം തന്നെ 4-5 ട്രൗസറൊക്കെയാണ് അവന് മാറ്റി കൊടുക്കുക. എന്നിട്ടും കാര്യമില്ല, ഇത് ഊരി ഏതെങ്കിലും മൂലക്ക് കൊണ്ടുപോയിടും. ഇങ്ങോട്ട് വാ, ഇത് സുന്ദരനായെന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇവിടെ ഇതൊരു രസമല്ല. നമുക്ക് എങ്ങനെയാക്കാം? ചുരുണ്ട മുടി നല്ലല്ലേ? മതിയോ? എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ജോലിക്ക് പറഞ്ഞു കൊടുക്കുവോ? ഇവിടെ കൺട്രി ഏതാ? ഇവിടെ സ്റ്റേറ്റ് ഏതാ? ഇവിടെ ഡിസ്ട്രിക്ട് ഏതാ? ഇവിടെ പഞ്ചായത്ത് ഏതാ? ഒളവണ്ണയിൽ അച്ഛമ്മന്റെ വീട് എവിടെയാ? അമ്മമ്മന്റെ വീടോ? വെരി ഗുഡ്. ഇത് ജോണി ജോണി പാടിക്കൊടുക്കൂ അവർക്ക്. പിന്നെ ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ കുട്ടികളെ
ഒഴിഞ്ഞിടുന്നത്. പണ്ട് എനിക്ക് ഒട്ടും വിശ്വാസമില്ലാണ്ടിരുന്ന കാര്യമാണ്. പിന്നെ മോനുണ്ടായതിന് ശേഷം എൻ്റെ അമ്മമ്മ ചെയ്യുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാനും ചെയ്യാൻ തുടങ്ങിയത്. അത് ഉപ്പും മുളകും വെച്ചിട്ടാണ് ഒഴിഞ്ഞിടുക. പക്ഷേ നമുക്ക് അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്കിതുപോലെ ഉപ്പ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് കണ്ണേറ് അല്ലെങ്കിൽ ഈവിളായി. അതിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. പിന്നെ അന്ധവിശ്വാസമാണെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ അമ്മമാരെല്ലാവരും കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. പൊമഗ്രേറ്റ് അല്ല, പൊമഗ്രനേറ്റ്. ഇതോ പൈനാപ്പിള്. ഇതോ ഇതോ കസ്റ്റേർഡ് ആപ്പിൾ. വെരി പിയർ. ഇതോ പപ്പായ. ഓറഞ്ച്. ഇതോ ചിക്കു. ഇതോ ബനാന. ഇതോ ഇതോ മാംഗോ. വെരി ഗുഡ്. ജ്യൂസ് ഉണ്ടാക്കുന്ന മാംഗോ ആണ്. ഇതോ എന്താ അവക്കേടോ. ഇതോ ചെറി. അമ്മ ചവിക്ക് കൊണ്ട് തരുന്നതാ. ഇനി ഇതോ കിവി. ഇതോ എന്ത് ഫ്രൂട്ട്? ജാക്ക് ഫ്രൂട്ട്. ഇതോ ഗുവാവ. ഇതോ മുന്തിരിന്റെ ഇംഗ്ലീഷ് എന്താ? ഗ്രേപ്സ്. വെരി ഗുഡ്. കീറിക്കുന്നേ കീറരുതട്ടോ. ബേഡ്സിന്റെ ബാക്കിലത്തെ പേപ്പർ കീറിയില്ലേ? അങ്ങനെ കീറരുതട്ടോ നമ്മളെ ബുക്ക്. ഇന്നലെയോ? എന്നാണെങ്കിലും കീറാൻ പറ്റൂല. ബുക്ക് പറഞ്ഞാൽ എന്താണ്? ഗോഡാണ്. അപ്പൊ ബുക്ക് നമ്മൾ കീറാൻ പറ്റൂല കേട്ടോ. ചവിട്ടാനും ഒന്നും പറ്റൂല. അങ്ങനെ ചവിട്ടാനൊന്നും പറ്റൂല. ഇത് പറ എന്താ? ഇതോ ഹമ്മിങ് ബേർഡ്. പിജിയാണ്. ഇതോ പാരറ്റ്. ഇതോ ക്രോ. ഇതോ കിങ് ഫിഷർ. ഇനി മതി മതി. വേണ്ട വേണ്ട. എന്ത് മതി? അഞ്ചൊക്കെ മടിയായി. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴും കണ്ടാ മതിട്ടാ. സ്കൂളിൽ പോകുമ്പോഴും ഇതൊക്കെ കാണണോ? സ്കൂളിൽ പോകുമ്പോഴും ഇതൊക്കെ കാണണോ? എനിക്ക് പഠിക്കണം എന്നറിയണോ? അല്ലാണ്ട് എനിക്ക് പഠിക്കണ്ടേ എന്ന് പറഞ്ഞ് ഓടരുത്. പറയ് ഇതെന്താ? ആനന്റെ ഇംഗ്ലീഷ് എന്താ? എവനോ? അതേതാനാ? ആനന്റെ ഇംഗ്ലീഷ് എന്താടാ? പറയ്. എല. എലിയോ? എലഫന്റ്. ഇതെന്താ? അന്നാ ഞാനില്ല പഠിക്കാൻ. ടൈഗറാ. ടൈഗർ കളിക്കോ? ശരിക്കോ? അയ്യോ ചോര വരുവോ? വലിയ ടൈഗറാ? അയ്യോ എന്നാ മിണ്ടണ്ട നമ്മള് ടൈഗറിനോട്. ഇതെന്താ? മാനിന്റെ ഇംഗ്ലീഷ് എന്താ? മാനല്ല. ജിറാഫോ? അതെന്ത്? ഡീറ്. ടീറ്. ഇതെന്താ? ജിറാഫ്. വലിയ ജിറാഫ അല്ലേ? ഇജ്ജ് കണ്ടിട്ടുണ്ടോ ജിറാഫിനെ? ഇല്ലല്ലേ? ഇതെന്താ? എവിടെ പോയിട്ട്? സൂല് പോയിട്ട് ജിറാഫിനെ കണ്ട്. അപ്പൊ ഓർമ്മ ഉണ്ടല്ലേ? ഇതെന്താ? ലയണ്. ഇതോ
ലൈനോട് കൊണ്ടണ്ടാ അന്തേ ലൈന് കടിച്ചു. ഇനി നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോവുക. ചെടിയെന്ന് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ. ഇവിടെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് മിൻറ്റ് ഞാനിതാ ഇതുപോലെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ ഉലുവയാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഒരു പച്ചപ്പ് കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞ പോലെ ഒരു പച്ചപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഉലുവ മുളപ്പിച്ചതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഇലയൊക്കെ ഉണക്കി വെക്കും ചെയ്യാമല്ലോ. മിൻറ്റ് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചായയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നാണ് മിൻറ്റ് എടുക്കുക. പിന്നെ ചെടി നനയ്ക്കുക അവയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ചെടി നനയ്ക്കുക മാത്രമല്ല വെള്ളത്തിൽ കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഇപ്പം അധികം വെയിലില്ലല്ലോ, കാർമേഘം ഫുള്ള് മൂടി കിടക്കുകയാണല്ലോ. അതുകൊണ്ട് അധികം വെള്ളം വേണ്ട ഇതിനൊന്നും. ഒന്നരാടം മാത്രമാണ് കേട്ടോ അപ്പം നനച്ച് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ കയ്പ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഒരു റെഡ് കളർ വിത്ത്. അപ്പം ഞാൻ ചുമ്മാ അത് കൊണ്ടുവന്നൊന്ന് നട്ട് നോക്കിയതാണ്. അതിതാ അപ്പം മുളച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നാണ് ഞാനത് മുളച്ചിട്ടുള്ളത് കാണുന്നത്. പിന്നെ കയ്പയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം. ഇപ്പം ഇതാ സമയം 12:30 കഴിഞ്ഞിട്ടുണ്ട്. അവിക്കുട്ടൻ കഞ്ഞി കുടിക്കുന്ന സമയമാണ് കേട്ടോ. ഇവന് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. 2-3 നേരം കഞ്ഞി കൊടുത്താൽ അത്രയും സുഖം. പക്ഷെ ചോറ് അങ്ങനെ കഴിക്കൂല കേട്ടോ. നുറുക്ക് കഞ്ഞിയാണ്. കുടിച്ചോ? അമ്മ തരാം. ബിഗ് മോനാ? അതുകൊണ്ട് അവി ഒറ്റക്ക് കുടിക്കൂലേ? കഞ്ഞിയും കുടിച്ച് ഞാനും അവിയൊന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ നല്ല ഉറക്കമായിപ്പോയി. എനിക്കാണെങ്കിൽ മരുന്ന് കുടിച്ചതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞാനും നന്നായിട്ട് ഉറങ്ങി. പിന്നെ മിക്ക ദിവസവും അവി അങ്ങനെ ഉറങ്ങലൊന്നുമില്ല കേട്ടോ. വല്ലപ്പോഴും മാത്രമേ ഇതുപോലെ പകൽ ഉറങ്ങലുള്ളൂ. പകൽ ഉറങ്ങുന്ന ദിവസങ്ങളിലാണ് ഞാൻ എന്തെങ്കിലും വീഡിയോസ് എടുക്കാനുള്ളതൊക്കെ എടുക്കുക. പക്ഷേ ഇന്ന് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ അവിക്ക് എണീക്കുമ്പം കഴിക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ എടുത്ത് പുറത്ത് വെച്ചതാട്ടോ. കാരണം അവൻ എണീക്കുമ്പോഴത്തേക്ക് എന്നാൽ അതിൻ്റെ തണുപ്പൊക്കെ വിട്ടോളും. പിന്നെ എനിക്കാണെങ്കിൽ ഇന്നലത്തെ മന്തി കുറച്ച് ബാക്കിയുണ്ട്. പക്ഷെ അതെനിക്ക് കഴിക്കാനേ തോന്നുന്നില്ല കേട്ടോ. എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാനാണ് തോന്നുന്നത്. പനി ശരിക്കും അങ്ങോട്ട് മാറാത്തതിൻ്റെ ആയിരിക്കും. അപ്പം ഞാനിതാ ബ്രെഡ് ഉണ്ടോ എന്ന് നോക്കിയപ്പം കുറച്ച് ബ്രെഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം അല്ലേ. പിന്നെ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പം കുറച്ച് ചീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ക്രീം ചീസാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ചീസല്ല. പക്ഷെ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ടേസ്റ്റാണ്. ഞാൻ അവയ്ക്ക് കഞ്ഞിയിലിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ കഞ്ഞിയിലിടാൻ പറ്റൂല. അതിന് ഭയങ്കര ഒരു ബിറ്ററി ടേസ്റ്റാണ്. യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഇത് നമ്മളുടെ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ചീസാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളങ്ങനെ ഡെയിലി പാസ്ത ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് ചുമ്മാ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ബട്ടറിൽ ബ്രെഡ് നന്നായിട്ട് മൊരിച്ചെടുക്കും. പിന്നെ ഒരു മുട്ടയിൽ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇതുപോലൊന്ന് പൊരിച്ചെടുക്കും. എനിക്ക് ഈ മുട്ട ഓവർ കുക്ക് ആവുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മറിച്ചിടും. അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും. പക്ഷേ സാരമില്ല, പൊട്ടിക്കേണ്ട നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ആ ചൂടുള്ള പാനിലേക്ക് ഈ ഒരു ചീസും കൂടെ ഇടും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ആ തണുപ്പൊക്കെ മാറിയിട്ട് ഒരു ക്രീം പരുവത്തിലാവും. ഇതിന് ഏകദേശം നമ്മളുടെ മയോണൈസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഒരു ബ്രെഡിൽ ഈ ഒരു ചീസും തേക്കും, മറ്റേ ബ്രെഡിൽ കുറച്ച് നമ്മളുടെ ടൊമാറ്റോ കെച്ചപ്പും ആക്കും. നടുവിൽ ഈ ഒരു മുട്ടയും വെച്ചാൽ നമ്മളുടെ സാൻഡ്വിച്ച് റെഡിയായി. സിമ്പിളായിട്ടുള്ള തട്ടിക്കൂട്ട് സാൻഡ്വിച്ച്. പിന്നെ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഈ ചായ കാപ്പിയൊക്കെ ഒഴിവാക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനിതിൻ്റെയൊക്കെ ഭയങ്കര അഡിക്ഷനിലേക്ക് പോകുന്നതെന്ന് തോന്നിയപ്പോൾ ഒഴിവാക്കിയതാണ്. എനിക്ക് ഈ കാപ്പി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. സമയത്തിന് കാപ്പിയോ ചായയോ കുടിച്ചിട്ടില്ലെങ്കിൽ അപ്പം തുടങ്ങും തലവേദന. അങ്ങനെയായപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നിർത്തി. ഇതിപ്പോൾ എനിക്ക് തൊണ്ടവേദനയും തലവേദനയും പനിയൊക്കെ പ്രമാണിച്ച് ഞാനൊരു കാപ്പി ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ആ ഒരു കാപ്പിയും ബ്രെഡും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് സമയം ഫോണും നോക്കി അതങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സമയം. മോൻ ഉറങ്ങുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം ഇതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി അതും കഴിച്ച് ഫോണും നോക്കി റിലാക്സ് ചെയ്ത് അങ്ങിരിക്കുക. ഇനി നമുക്ക് മോൻ എണീക്കുമ്പോഴത്തേക്കും അവന് കൊടുക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ.
ഇന്ന് കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു പകുതി ആപ്പിൾ കേട്ടോ, പിന്നെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ഇന്നലെ കുറച്ച് മുന്തിരി കൊണ്ടുവന്നതുണ്ട്. അത് പെട്ടെന്നാട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ കറുത്ത മുന്തിരി, അപ്പോൾ അതും കൂടി എടുക്കാൻ വിചാരിച്ചു. അതിൻ്റെ തണുപ്പ് പോയിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോഴും അവന് മുന്തിരി കൊടുക്കുമ്പോൾ ഇതുപോലെ നടുവിൽ കട്ട് ചെയ്തിട്ടാട്ടോ കൊടുക്കുക. എനിക്ക് പേടിയാണ് അതട്ടം തൊണ്ടയിൽ കുടുങ്ങിയാലോ എന്ന്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുന്തിരിയാണേ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ഒരു ഫോർക്കും കുത്തി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അവൻ എണീറ്റിട്ട് കൊടുക്കാം. പിന്നെ ഇന്ന് നമുക്ക് കൂൺ കറി ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു കൂണ് കുറച്ച് ദിവസമായി വാങ്ങി വെച്ചിട്ട്, ഞാനാണെങ്കിൽ ഈ വൈറ്റ് കളർ കൂണ് മാത്രമേ ഉള്ളൂ ഇതുവരെ കറി വെച്ചിട്ടുള്ളത്. ഇതൊരു ബ്രൗൺ കളർ കൂണാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വൃത്തിയാക്കുക, എങ്ങനെയാണ് കറി വെക്കുക എന്നുള്ളത്, കറി വെക്കാൻ നമ്മളുടെ മറ്റേ കൂണ് കറി വെക്കുന്ന പോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഇതെങ്ങനെയാണ് വൃത്തിയാക്കുക എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. യൂട്യൂബിലൊന്നും നോക്കിയിട്ട് ഈ ഒരു കൂണ് ആരും യൂസ് ചെയ്ത് കാണുന്നുമില്ല. പിന്നെ ഞാൻ മറ്റേ കൂണൊക്കെ നന്നാക്കുന്ന പോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊളിച്ച് നോക്കിയപ്പോൾ ഇതിനിങ്ങനെ പൊളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ കൂണ് നന്നാക്കുന്ന പോലെ തന്നെ ഇതിനെ അങ്ങോട്ട് നന്നാക്കാം. ഫസ്റ്റ് കൂട് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമെന്ന് ഇതുപോലെ തൊലി പൊളിച്ചെടുക്കുക. പിന്നെ അത്യാവശ്യം വലിയ കൂണായതുകൊണ്ട് ഞാൻ ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ. പിന്നെ ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള പണി ആയതുകൊണ്ട് ഇത് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഇന്ന് ചപ്പാത്തി ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് കൂണ് കുറച്ചൊരു ഗ്രേവി ടൈപ്പിൽ കറി വെക്കാം. അപ്പോഴത്തേക്ക് അവിക്കുട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഞാൻ ആ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കൊടുത്ത് അവന് സൈഡിൽ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ കൂൺ ആൾ ആദ്യമായിട്ട് കാണുക കേട്ടോ. പിന്നെ ഡാനിയൽ ടൈഗറിൽ ഡാനിയലിൻ്റെ കൂൺ ഇഷ്ടമാണെന്നും പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളീൻ്റെ ഇംഗ്ലീഷാണ് ഒണിയൻ. ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. ടൊമാറ്റോൻ്റെ മലയാളമാണ് തക്കാളി. എന്താണ് അപ്പൊ തക്കാളിന്റെ ഇംഗ്ലീഷ് എന്താ? ടൊമാറ്റോ. അപ്പൊ ഉള്ളിന്റെ ഇംഗ്ലീഷ് എന്താ? ഓണിയൻ. വെരി ഗുഡ്. ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇതാ, വെളിച്ചെണ്ണ ഇതുപോലെ കട്ട പിടിച്ചിരിക്കും, നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റൂല. പിന്നെ അത്യാവശ്യം വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഞാൻ വെയിലത്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉരുക്കി കിട്ടും. പക്ഷേ ഇപ്പം വെയിലും ഇല്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനിത് തീൻ്റെ മുകളിൽ കാണിച്ച് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളിയും പിന്നെ ബദാമോ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഇട്ടിട്ട് അടിച്ചെടുത്ത പേസ്റ്റാണ് കേട്ടോ ഒഴിക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു തക്കാളിയും അതിൻ്റെ കൂടെ ബദാമായിരുന്നുള്ളത്, അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് അതും കൂടെ എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ട് മാത്രമേ ഇത് അതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ച് നമ്മളുടെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെക്കാമെന്ന്. ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ള ആട്ടപ്പൊടി കുറച്ച് തവിടോട് കൂടിയിട്ടുള്ളതാട്ടോ. അതുകൊണ്ട് ഞാൻ 1 കപ്പ് ആട്ടപ്പൊടിയും 1 കപ്പ് മൈദപ്പൊടിയും കൂടെ എടുത്തിട്ടാണ് കേട്ടോ ചപ്പാത്തി ചുടുക. എന്നാലേ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ മിക്സിയിൽ എന്തെങ്കിലും അരയ്ക്കുമ്പം കൈ ഇങ്ങനെ മുകളിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ശീലമായിപ്പോയി. അപ്പോൾ ഇതാ നമ്മളുടെ ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെ പാടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു മസാലൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഒരു തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ആ ഒരു തക്കാളി നന്നായിട്ട് വേവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു സമയത്ത് ഞാനിവിടെ ചപ്പാത്തീൻ്റെ പണിയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ചപ്പാത്തി ഉരുളകളാക്കി വെച്ചതിന് ശേഷം പരത്തുന്നതാണ് കേട്ടോ സുഖം. അപ്പം ഞാൻ എല്ലാ ചപ്പാത്തിയും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി വെക്കും. അപ്പം നമുക്ക് ഏകദേശം എത്ര ചപ്പാത്തി കിട്ടും എന്നുള്ളൊരു ധാരണയും കൂടെ കിട്ടും. അപ്പോൾ ഇതാ ചപ്പാത്തിയൊക്കെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമ്മളുടെ തക്കാളി നന്നായിട്ട് വെന്ത് അതിന് ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് അതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ, ഈ മഷ്റൂമിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരാനുണ്ട്. അപ്പോഴത്തേക്ക് അഖിലേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താന്ന് ചോദിക്കുന്നത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കൊണ്ടുവന്ന് ഉണ്ടാവുന്നു. എന്താ? കടല മുട്ടായിയോ? പിന്നെ എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കഴുകി വെച്ച് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഉറങ്ങിണീറ്റ ചെറിയൊരു വാശിയിലാണ് കേട്ടോ അവി. എനിക്ക് ഫ്രൂട്ട്സ് വേണ്ട, കഞ്ഞി മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന് കുറച്ചും കൂടെ കഞ്ഞി എടുത്ത് ചൂടാക്കി ഉപ്പിട്ട് കൊടുത്തിട്ടോ. അവിനി തിന്നണ്ട.
ഞാനിതാ ഇതുപോലെയാണ് കേട്ടോ കറിവേപ്പില സ്റ്റോർ ചെയ്യുക. നന്നായിട്ട് വാഷ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടിയിൽ നമ്മളുടെ ടിഷ്യൂ പേപ്പർ വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ കറിവേപ്പില വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഇതിപ്പോൾ 2 ആഴ്ചയായിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അതുപോലെ നമുക്കൊരു മാസം വരെ ഇത് കേടാവാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ കൂൺ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് പിന്നെ നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ 2-3 ബട്ടറിൻ്റെ ക്യൂബും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത പരിപാടി ചപ്പാത്തി ഉണ്ടാക്കലാണ്. ഞാൻ ഈ പരത്തലും ചുടലും ഒക്കെ ഒപ്പരാണ് കേട്ടോ ചെയ്യുക. അവിയാണെങ്കിൽ അഖിലേട്ടൻ വന്നപ്പോൾ അഖിലേട്ടൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പണി ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പരത്തുന്ന ചപ്പാത്തിക്ക് വലിയ ഷേപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതുപോലെ നന്നായിട്ട് പൊന്തി വന്നോളൂ കേട്ടോ. ചപ്പാത്തി പരത്താൻ എൻ്റെ അമ്മയാണ് എക്സ്പേർട്ട്. അത് ഇതുപോലെയൊന്നുമല്ല, നല്ല അടിപൊളി ഷേപ്പിൽ നല്ല വട്ടത്തിൽ പരത്തിയെടുക്കും കേട്ടോ. അതും ഷടപടേന്ന് പറഞ്ഞ് ഒരു 10-20 ചപ്പാത്തിയൊക്കെ 10 മിനിറ്റ് കൊണ്ട് പരത്തി ചുട്ട് കഴിയും. എനിക്ക് അത്രയ്ക്കൊന്നും സ്കില്ല് കിട്ടിയിട്ടില്ല. എന്നാലും ഇന്ത്യൻ്റെയും കേരളത്തിൻ്റെയും ഭൂപടാവൊന്നുമില്ല. അപ്പോൾ ചപ്പാത്തിപ്പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അഖിലേട്ടനാണെങ്കിൽ ഓഫീസിലേക്കുള്ള കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിയാണെങ്കിൽ ഫുൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് 2 ആളും എന്നെ ഇട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മളുടെ ചൂട് ചപ്പാത്തി ആയിട്ടുണ്ട്, കൂൺ കറി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കുളിക്കണം, എന്നിട്ട് ഫുഡ് കഴിക്കണം. അത്രയേ ഉള്ളൂ. അവി നേരത്തെ കഞ്ഞി കുടിച്ചതുകൊണ്ട് ചപ്പാത്തി അങ്ങനെ കഴിച്ചിട്ടില്ല. പക്ഷെ മഷ്റൂം നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കറിയിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? അപ്പം സംശയമൊന്നുമില്ലല്ലോ, ഞാൻ പറയിച്ചതൊന്നും അല്ല കേട്ടോ. ശരിക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് അഖിലേൻ്റെ വക ഒരു അവിൽ മിൽക്കും കൂടി ആയപ്പം അടിപൊളിയായി. പിന്നെ രാത്രിയായപ്പം ഇവിടെ ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു ചാറ്റൽ മഴയാണ്. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.